സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്നത് മാത്രമല്ല പിഗ്മെന്റേഷൻ മാറ്റും, അലർജി മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ, തടിച്ച്, കറുത്തപ്പാടുകൾ, ചോപ്പ്, ഇങ്ങനെ ഇച്ചിങ് ഒക്കെ ഉള്ള സംഭവങ്ങൾ അതൊക്കെ മാറ്റും. അതിനുള്ള ഹലോ, അലങ്കൃത ഫാഷൻസിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ ആദ്യം ഇട്ടിട്ടുണ്ടാവും. അപ്പം നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇതിലത്തെ ഒരു കാര്യം പറയണത്. പിന്നെയുള്ളത് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് നിങ്ങളെല്ലാവരും ചോദിച്ച് കാത്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കുറേ പേര് ചോദിക്കാറുണ്ട് നിറം വർദ്ധിക്കാനായിട്ടും പാടുകൾ മാറാനായിട്ടും കുരുക്കൾ മാറാനൊക്കെ ആയിട്ടുള്ള സോപ്പ് ഉണ്ടോ ചേച്ചിയത്. അപ്പോൾ നമ്മൾ സോപ്പുകൾ ഒരുപാട് നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇന്നത് എന്നില്ല, സോപ്പ് എല്ലാം അവൈലബിൾ ആണ്. അത് നമ്മൾ ഇന്ന് സ്ഥിരം വാങ്ങിക്കുന്നവർക്ക് അറിയാം. നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് സോപ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ ഇല്ലാതാക്കുക ഇല്ല, പക്ഷെ നമുക്ക് എപ്പോഴും കാണിക്കാൻ പറ്റില്ല. ഞാനത് സോപ്പ് ചെയ്യുമ്പോൾ കാണിക്കാറില്ല കേട്ടോ. ഞാനത് ഉണ്ടാക്കണ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ആഗ്രഹമുള്ളവർ പോയി കാണാം. അപ്പം നമുക്ക് സോപ്പ് മേക്കിംഗ് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം അതിലെ അളവുകൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സോപ്പ് മേക്കിംഗ് ക്ലാസ്സിൽ ഞാൻ അളവുകൾ കറക്റ്റായിട്ട് പറയുന്നത് കൊണ്ട് ഞാനത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് അതങ്ങനെ അളവുകൾ പറയാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അളവുകൾ കറക്റ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് യൂസിന് ഉപയോഗിക്കാം, ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് നന്നായിട്ട് ക്ലാസ് കൂടാൻ തന്നെ ശ്രമിക്കുക. അത് നമ്മുടെ അവിടെ നിന്ന് വേണമെന്നല്ല പറയണത്, നിങ്ങൾ എവിടെയാണെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ യൂട്യൂബ് കുറേ കാണാറുണ്ട്. യൂട്യൂബിൽ ഈ ഫ്രീ ക്ലാസ്സൊക്കെ അതിലൊരിക്കലും ഞങ്ങൾ പഠിച്ച പോലത്തെ കറക്റ്റ് മെഷർമെൻറ്റ് പറയണില്ല, ഒക്കെ കൂടുതലാണ് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഒരുപാട് നാളിരിക്കില്ല സോപ്പ്. നിങ്ങളുടെ കസ്റ്റമറിന് അതിനൊരു ബെനിഫിറ്റ്സ് കിട്ടില്ല. ബെനിഫിറ്റ്സ് കിട്ടായിരിക്കാം, പക്ഷേ അത് അധികം നാൾ ഇരിക്കത്തില്ല സോപ്പ്. ആ ഒരു അളവിലാണ് ഞാൻ ഒരുപാട് വാച്ച് ചെയ്തു. അതിലൊന്നും കറക്റ്റ് പെർഫെക്റ്റ് അളവ് പറയുന്നില്ല. അതാണ് ഞാൻ പറയണേ. നമ്മുടെ ചാനലുകളിലൊന്നും പറയുന്നില്ല, മലയാള ചാനലുകളിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇത് അടിപൊളി സോപ്പാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് വീഡിയോ ചെയ്തത് ആദ്യമായിട്ടാണ്. ഈ സോപ്പ് എന്താണെന്ന് ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ. ഒരുപാട് സോപ്പുകൾ കാണിച്ചിട്ടുണ്ട്. ഈ സോപ്പാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളും ചന്ദനവുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഗോട്ട് മിൽക്കും, അതായത് ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഗോട്ട് മിൽക്കാണ് ഇതിലെ ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കസ്തൂരി മഞ്ഞൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കസ്തൂരി മഞ്ഞളും ചന്ദനവും ചേർക്കുന്നുണ്ട്. വൈറ്റ് സാൻഡൽ, കസ്തൂരി മഞ്ഞളും ചന്ദനവും ചേർന്നാൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പാടുകൾ, കുരുക്കൾ ഒക്കെ മാറാനായിട്ട്, സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് സോപ്പുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഓർഗാനിക് സോപ്പുകളൊക്കെ സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ്ങിന് കോമൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നീടും നമുക്ക് ഒരുപാട് അതിൻ്റെ ഗുണങ്ങൾ വേറെയും കിട്ടും. അതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ ചന്ദനം സോപ്പാണ് കേട്ടോ. വളരെ നല്ലതാണ്, ആൻറ്റി ഏജിങ് ആണ്, സ്കിൻ ബ്രൈറ്റനിങ് ആണ്, പിഗ്മെന്റേഷൻ കഴുകികളയും, അത് ഉറപ്പാണ്. നമ്മൾ വെയിലൊക്കെ ആയിട്ട് കരിവാളിച്ച് വന്നിട്ട് നിങ്ങളൊന്ന് ഇത് വെച്ചിട്ട് മുഖം കഴുകി നോക്കിയാൽ നല്ലൊരു കുളിർമ കിട്ടും. കാരണം ചന്ദനം തണുപ്പ് നൽകുന്നതാണ് ഈ ചൂട് സമയത്ത് അല്ലേ. അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്കിന്ന് നന്നായിട്ട് കുളിർമ കിട്ടും, പാടുകൾ മാറും, ഒരുപാട് ബെനിഫിറ്റ്സ്. ഞാൻ ഫേസ് പാക്കിൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന് ദീർഘിപ്പിക്കണില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ദേഹം ഒന്നും കൂടി കണ്ടോട്ടാ. ഇത് കളർ നമ്മൾ ചേർത്തിട്ടില്ല എക്സ്ട്രാ. എനിക്ക് സ്മെല്ല് പോലും ഫ്രാഗ്രൻസ് പോലും ഞാൻ ചേർത്തിട്ടില്ല. ഇത് എൻ്റെ യൂസിനായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് വലിയൊരു കാര്യങ്ങളൊന്നും കൂടാണ്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ വീട്ടിൽ ആളുണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുക്കാറില്ല സോപ്പ് മേക്കിങ്ങിന് വീഡിയോ. എനിക്കിത് എടുക്കാറില്ല, 2-3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ അത് സെയിലിനുള്ളതാകുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാറില്ല. പാക്ക് ചെയ്യുമ്പോഴൊക്കെ എടുത്ത് പറയുള്ളൂ. കാരണം അത് കേടാവും. അതിൻ്റെ ഒരു പാകം തെറ്റി കഴിഞ്ഞാൽ പിന്നീടും നമ്മളത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ യൂസിന് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത്. കാരണം ഞങ്ങളുടെ സ്റ്റോക്ക് തീർന്നു. അപ്പോൾ പെട്ടെന്ന് കുളിക്കുന്നതിനേക്കാൾ കുറച്ച് മുൻപ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കണതിൽ വലിയ എന്താ പറയുക പ്രൊഫഷണൽ ടച്ച് ഒന്നും കാണിച്ചിട്ടില്ല. ഉണ്ടാക്കുന്നത് ഫുള്ളും കാണിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത് നേരത്തെ കാണിച്ചതല്ല. ഇത് നമ്മുടെ നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നാൽപ്പാമരാതി കാരം ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ് ഇത്. ഓക്കെ. അപ്പോൾ ഇത് നാൽപ്പാമരാതി തൈലത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു 15-16ഓളം മൂലികകൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന നാൽപ്പാമരാതി തൈലം, നാൽപ്പാമരാതി കാരം വെളിച്ചുകലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ഔഷധങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടാണ്. പിന്നെ പൊതുവായിട്ട് പറയും നാൽപ്പാമരാതി
തൈലാണെങ്കിലും സോപ്പാണെങ്കിലും സ്കിൻ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞ ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകാം. കറക്റ്റാണത്. സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്നത് മാത്രമല്ല പിഗ്മെന്റേഷൻ മാറ്റും, അലർജി മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ, തടിച്ച്, കറുത്തപ്പാടുകൾ, ചോപ്പ്, ഇങ്ങനെ ഇച്ചിങ് ഒക്കെ ഉള്ള സംഭവങ്ങൾ അതൊക്കെ മാറ്റും. അതിനുള്ള കാര്യങ്ങളൊക്കെ അതിന് ചേരുന്നുണ്ട്. കാരണം നാൽപ്പാമരാതി തൈലത്തിൽ നിങ്ങൾ വീഡിയോ പോയി കാണും കേട്ടോ. നാൽപ്പാമരാതി ക്യാരറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ സോപ്പ് ഞാൻ ഇഷ്ടംപോലെ പാക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയാണ് നിങ്ങൾ കണ്ട്. ഞാൻ ചിലപ്പോൾ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ മുൻപായിരിക്കും ഇത് ഉണ്ടാക്കുന്നത് ഇടാം, അല്ലെങ്കിൽ ഇതിന് ശേഷമായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു ഫേസ് പാക്കിന്റെ ഗുണം ചെയ്യുന്ന സോപ്പുകളാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇത് രണ്ടൊരു സോപ്പാണ്. നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സോപ്പാണ് കേട്ടോ. ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്ലിസറിൻ്റെ കൂടി ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങളുടെ യൂസിനായതുകൊണ്ട് ഞാൻ ആ ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ഫസ്റ്റ് ഉണ്ടാക്കി. ഗോട്ട് മിൽക്കിൽ കസ്തൂരി മഞ്ഞൾ ചന്ദനം ചേർത്തുള്ള സോപ്പ് ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു പാത്രത്തിൽ അതൊന്ന് വടിച്ചൊഴിക്കാണ്ട് തന്നെയാണ് ഞാൻ, അതായത് നമുക്ക് ഉപയോഗിക്കാനല്ലേ, അതുകൊണ്ടാണ് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാത്തത്. ഓക്കെ, കാരണം ആ ഗോട്ട് മിൽക്കിന്റെ കുറച്ച് ആ പാട കെട്ടി കിടക്കുന്ന അടിയിലത്തെ കണ്ടന്റും കൂടി ഇതിൽ പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും. ഞങ്ങളുടെ യൂസിനാണ് ഇത് മൂന്ന് വാഷ്റൂമിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സോപ്പ് ഉണ്ടാക്കാൻ എനിക്ക് സ്റ്റോക്ക് ചെയ്താതിരിക്കാറില്ല, അത് പെട്ടെന്ന് പോകും. അപ്പം നമ്മുടെ യൂസിനായിട്ട് ഉണ്ടാക്കണം വെച്ചാൽ മടിച്ചിന് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കുറേ നാളായി നമ്മുടെ സോപ്പിന്റെ വീഡിയോസ് ഇട്ടിട്ട്. അത് മാത്രമല്ല നമ്മുടെ കസ്തൂരി മഞ്ഞൾ ചന്ദന സോപ്പ് നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ബെനിഫിറ്റ്സ് ഒക്കെ ധാരാളമാണ്. ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിലുള്ള കണ്ടന്റ് ഞാൻ പറഞ്ഞല്ലോ, ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിന് ബെനിഫിറ്റ്സ് അറിയാം. ആവശ്യമുള്ളവർ, നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചോളൂ. ഞാൻ പറയുന്നു, ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സോപ്പ് മേക്കിങ്ങിന്റെ ക്ലാസ് കൂടാ. കാരണം എല്ലാവരും ഇപ്പം ഉണ്ടാക്കുന്നത് ബിഗിനേഴ്സ് മെൽറ്റ് ആൻഡ് പോർ മെത്തേഡാണ്. ഈ മെൽറ്റ് ആൻഡ് പോർ മെത്തേഡിൽ ഒരളവുണ്ട് മക്കളെ, ഒരളവുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ചേച്ചിമാര്, സിസ്റ്റേഴ്സ്, ഒരളവുണ്ട്. ആ അളവൊന്നും അധികം നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നതൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രീ വീഡിയോസ് കാണിക്കുന്നതൊക്കെ തെറ്റാണ്. അത് അവർ എടുക്കുമ്പോൾ ഹാർഡായിരിക്കും, ഒക്കെ ആയിരിക്കും. നമ്മൾ നനഞ്ഞ് അത് ഈർപ്പം ആയി കഴിഞ്ഞാൽ സാധാരണ സോപ്പ് നിൽക്കുന്നത് പോലെ അളവിലുണ്ടാക്കി നിൽക്കില്ല. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യ. മലയാളം ചാനൽസിൽ ഒരു ഇതൊക്കെ കാണിക്കുന്നതൊക്കെ പറഞ്ഞ പോലെ അളവ് തെറ്റാണ്. അപ്പോൾ ഞാൻ സോപ്പ് മേക്കിംഗ് ക്ലാസ് ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പബ്ലിക്കായിട്ട് അളവ് പറഞ്ഞു തരാത്തത്. കാരണം ക്യാഷ് നമുക്ക് പേയ്മെന്റ് ചെയ്ത് ക്ലാസ് കൂടുന്ന അവരോട് നീതി പുലർത്തണ്ടേ. അപ്പം ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞാൽ അവർ ആ ക്യാഷ് മുടക്കിയതിന് അവർക്ക് എന്ത് ഗുണമാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത് വെളിപ്പെടുത്താത്തത്. 1-2 പ്രാവശ്യം ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാനപ്പോൾ അത് നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ചെയ്യുന്നത് ശരിയല്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെ വേണ്ടേ, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് കണ്ടല്ലോ, നാൽപ്പാമരാതി ഹെയർ സോപ്പ്, കസ്തൂരി മഞ്ഞൾ, ചന്ദനം സോപ്പ്. കണ്ടോ, കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് പൊടി, നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ചിട്ടുള്ളതാണ് നാൽപ്പാമരാതി സോപ്പ്. അപ്പം നിങ്ങൾ നല്ലതാണ്, വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ വെറുതെ പറയണതില്ല, വളരെ നല്ലതാണ്. കരിവാളിപ്പ് മാറാനും, നിറം വർദ്ധിക്കാനും, പാടുകൾ മാറാനും, കുരുക്കൾ വരാതെ, കസ്തൂരി മഞ്ഞളൊക്കെ കുരുക്കൾ വരാതിരിക്കാനും പാടുകൾ മാറാനും ബെസ്റ്റാണ്. അപ്പം അതുള്ളവരൊക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്ത് നോക്കാം, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. നിങ്ങളുടെ യൂസിന് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ.
കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.